ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൗരി കൃഷ്ണൻ ഒഫീഷ്യൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. മൂന്നാറിൽ പറക്കാട് നേച്ചർ റിസോർട്സിലാണ്. മൂന്നാർ വന്നാൽ എനിക്ക് വേറെ ഓപ്ഷനില്ല. ബിക്കോസ് എന്താ പറയുക, ഭയങ്കര ഹോംലിയാണ് എനിക്ക് ഇവിടെ. അതുപോലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഭയങ്കര നാടൻ ഫുഡാണ്. അപ്പോൾ മൂന്നാർ വന്നാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ജസ്റ്റ് ഔട്ടിങ്ങിന് പോലും പോകാൻ നമുക്കിവിടെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അത്ര നല്ലൊരു വൈബാണ്. അതിവിടെ വരുന്നവർക്ക് അറിയാം എത്ര ഡീസൻ്റ് ആയിട്ടാണ് ഇവൻ സ്റ്റാഫാണെങ്കിലും എല്ലാവരുടെയും പെരുമാറ്റം. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രീതി ചേച്ചിയുടെയും പ്രകാശ് സാറിൻ്റെയും ഒക്കെ അവരുടെ ഒരു തീരുമാനമാണ്. ഗുഡ് ഫുഡ്, പിന്നെ ഗുഡ് ആംബിയൻസ്, അതവർക്ക് മസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റാഫും അതിന് ട്രെയിൻഡാണ്. ഞാൻ ഇതൊക്കെ ചേച്ചിയോട് സംസാരിക്കുമ്പം അവരുടെ വാക്കുകളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടല്ല അവർ ഈ ഒരു റിസോർട്ട് ഇവിടെ റൺ ചെയ്യുന്നതെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പാഷനാണ്. സോ അതിൻ്റെ എല്ലാവിധ പ്ലസ് പോയിൻറ്റ്സും എനിക്ക് ഈ ഒരു റിസോർട്ടിൽ കാണാൻ പറ്റും നമ്മളിവിടെ വന്നാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് ആക്ച്വലി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഞാൻ വരുന്ന വഴി ഒക്കെ കുറച്ച് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പതുക്കെ ഇടാം. എഡിറ്റ് ചെയ്യാനുള്ള സമയം വേണം. പിന്നെ ഇവിടെ വന്നിട്ട് വന്നപ്പം ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങിയ വ്ളോഗും എല്ലാമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാനും മനോജേട്ടനും കൂടെയാണ് പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനൊരു ട്രിപ്പ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു എമർജൻസി ഷൂട്ട് വന്നിട്ട് അത് പറഞ്ഞ ടൈമിൽ തീർന്നില്ല. അപ്പോൾ പിന്നെ 3-4 പ്രാവശ്യം ഞാനിങ്ങനെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരുന്നു ഇവിടെ. അപ്പം പിന്നെയും ഇനി ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മാനേജറിന് വിൽ ബി ജോയിനിങ് ടുമോറോ. അപ്പം ഇന്ന് വൈകിട്ട് അവിടെ നിന്ന് തിരിക്കും. ഷൂട്ടെല്ലാം തീർത്തിട്ട് വൈകിട്ട് തിരിക്കും. നാളെ വരും. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, രക്ഷയില്ല. ഇപ്പം ഇത്രയും നേരം വലിയ കോടയൊന്നുമില്ല. അതിപ്പോൾ കുറച്ച് കോട ഇറങ്ങുന്നുണ്ട്. പിന്നെ വന്നപ്പോഴും ഒന്നും അങ്ങനെ വലിയ മഞ്ഞില്ലായിരുന്നു. സോ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് ഒറ്റയ്ക്ക് മൂന്നാർ. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സ് ഗ്രേസ് ഒരു മഞ്ഞ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതാ ഇപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞു സമയം. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചൊന്ന് കോട ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. പറ്റുമെങ്കിൽ അതിലൊന്ന് കറങ്ങണം. പിന്നെ ഡിന്നർ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഫുഡാണ്. ഡിന്നറൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുഫറ്റാണ്. ഒരുപാട് വിഭവങ്ങളുണ്ടായിരിക്കും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. കഴിയാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, വാവുന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ. പറ്റുമെങ്കിൽ ഞാനൊരു വ്ളോഗ് അത് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടിടാം. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ഡിസംബറൊക്കെ കുട്ടികൾക്ക് അവധിയൊക്കെ വരുമ്പോഴത്തേക്കും ദ ബെസ്റ്റ് ഓപ്ഷനാണ് മൂന്നാർ. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളാണ്, സേഫാണ്. അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം. ഭയങ്കര നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയുന്നൊരു പ്ലസ് പോയിന്റ്. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരാളെ മീറ്റ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞുള്ള ക്യാമ്പ് ഫയർ പറ്റുമെങ്കിൽ പോകണം. പിന്നെ ഡിന്നർ, പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്, അതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ എടുത്തരും. കാരണം ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫർ അവൈലബിൾ ആണ് ഫുൾ ടൈം. അപ്പം അമൽ എന്നാണ് ഫോട്ടോഗ്രാഫറുടെ പേര്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഇവർ എടുത്തു തരും. അപ്പം അമലുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഇത് അമലിനെ കൊണ്ട് കുറച്ച് ഒക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും ആദ്യം ഞാനൊന്ന് ഫ്രഷപ്പ് ആവട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ ഷൂ. ഒറ്റയ്ക്കൊക്കെ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് എപ്പോഴും നമ്മളിങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കൂടെയല്ലേ പോവുക. അപ്പം എന്താ പറയുക, എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഐ മിക്സ് ചെയ്യും. എന്താ അവിടെ ഒരു ഡ്രോൺ ആണെന്ന് തോന്നുന്നു, ഒരു ഗ്രീൻ കളർ. ഇത് കാണാമെന്ന് എനിക്കറിയത്തില്ല. എന്താ സംഭവം? ഡ്രോൺ ആണ്.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഈ ഒരു ഒറ്റയ്ക്കൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫ്രഷൻ അപ്പ് ആവട്ടെ, ബാക്കി ഞാൻ ഷൂട്ട് ചെയ്താണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് മാക്സിമം സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയർ ഡ്രയർ വേണം. പിന്നെ ചിലപ്പോൾ നമ്മൾ ക്രിംപ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഹെയർ വോളിയം തോന്നിക്കാൻ. അതുപോലെ സ്ട്രൈറ്റ് ചില ദിവസം നമുക്ക് സ്ട്രൈറ്റ് ചെയ്യാനുള്ള മൂഡായിരിക്കും, ചിലപ്പോൾ അറ്റത്ത് കേൾ ചെയ്യാനുള്ള മൂഡായിരിക്കും. അപ്പം ഇതെല്ലാം 3 മെഷീൻസും എടുക്കുക എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്യൂസാണ്. സോ ഐ ഹാവ് എ സൊല്യൂഷൻ. ഇത് അഗാറോടെ 3-in-1 ഹെയർ സ്റ്റൈലറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ തന്നെ നമുക്ക് 3 ഫങ്ഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതിപ്പം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്കിത് കേളിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ക്രിംപ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഇത് കെരാറ്റിൻ ഇൻഫ്യൂസ് സെറാമിക് കോട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടും ഇത് തരും. ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കോഡുമാണ് വരുന്നത്. 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ ഭയങ്കര അഫോർഡബിൾ ആണ്. അറൗണ്ട് 1000 ചില ദിവസം 900 സംതിങ് ഒക്കെ ആയിരിക്കും ആമസോണിൽ. സോ എനിക്ക് തോന്നുന്നു 3 ഫങ്ഷൻസ് 1000 റുപ്പീസിന് ഗ്രേറ്റ് ആണ്. നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്, അതുപോലെ നമുക്ക് ഭയങ്കര ലാഭമാണ്. അപ്പോൾ എനിവേ ദിസ് ഇസ് എ മസ്റ്റ് ഹാവ് ഫോർ ഗേൾസ്. ചെക്കൗട്ട് ചെയ്യാം. ഇതിൽ ക്രിംപ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ സ്ട്രെയിറ്റൻ ചെയ്യാൻ അടുത്ത ഓപ്ഷനാണിത്. പിന്നെ അത് ജോയിൻ ചെയ്ത് വെക്കാനുള്ള നമുക്കൊരു നോബുണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേൾ ചെയ്യാനും യൂസ് ചെയ്യാം. ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ ഓപ്റ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ചെയ്യുമ്പം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഫുള്ള് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിംപ് ചെയ്യാൻ നമ്മളൊരു 4 to 5 സെക്കൻഡ്സ് ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പോൾ പ്രോപ്പറായിട്ട് ക്രിംപ് ചെയ്ത് വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്വിക്ക് ഹീറ്റിംഗ് ആണ്. അതുപോലെ ടെമ്പറേച്ചർ അപ് ടു 200 ഡിഗ്രി സെൽഷ്യസ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത് നമുക്ക് കിട്ടും. ലെൻസ് വെക്കട്ടെ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ലെൻസ് വെക്കാൻ. ഇപ്പം ഫ്രിഡ്ജിനകത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അടയ്ക്കുന്ന പോലെ ഇപ്പോൾ ഞാൻ ലെൻസ് വെക്കുന്നത്. ഭയങ്കര യൂസ്ഡായി. ഐ ജസ്റ്റ് ടൈഡ് മൈ ഹെയർ. ഫസ്റ്റ് ലിപ് ബാം. ഈവൻ ഇഫ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും എനിക്ക് ലിപ് ബാം വേണം. ലിപ് ബാം ഇല്ലാതെ എനിക്ക് ഒരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഐ ഓൾവേസ് നീഡ് എ ലിപ് ബാം. ഇല്ലെങ്കിൽ എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഇതിട്ടിട്ടാണെങ്കിലും ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് നമ്മൾ ചുണ്ടൊന്നും അധികം എഫക്റ്റഡ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട്. യൂസ് എ ഗുഡ് ബ്രാൻഡ്. ഓക്കെ, ദെൻ മോയ്സ്ചറൈസർ. സോറി, ജസ്റ്റ് ഒന്ന് ടോൺ ചെയ്യാം. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ബിക്കോസ് രാത്രിയാണ്. റെഡി ആയിട്ടൊന്ന് ഒരാളെ കാണാൻ പോകണം. ഇവിടെ
പിന്നെന്താ, പിന്നെ ഡിന്നർ കഴിക്കണം. ക്യാമ്പ് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരണം, അത്രേ ഉള്ളൂ. ബിക്കോസ് നാളെ സാറും കൂടെ വന്നതിന് ശേഷമേ ക്യാമ്പ് ഫെയറൊക്കെ പോയിരുന്ന് ഞാൻ കാണുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഈ ഐബ്രോസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഐ ഓൾവേസ് യൂസ് എ ബ്രൗൺ കളർ. ബിക്കോസ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഏതോ വ്ളോഗിൽ പറഞ്ഞു കുഞ്ഞ് പിള്ളേരെയൊക്കെ ഒരുക്കി എടുത്തിരിക്കുന്നത്. ഒന്നാമത് എനിക്ക് ചെറിയതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്താലേ എൻ്റെ ഫേസേ മാറിപ്പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ടിൻറ്റുറ്റേഷൻ മാത്രമേ എനിക്ക് ഒത്തിരി ഉള്ളൂ. പിന്നെ ഈയിടെ ചെയ്തൊരു കുട്ടി, ആ കുട്ടി ഓക്കെ ആയിരുന്നു. എനിക്ക് ഓവറായിട്ട് മേക്കപ്പ് ചേരാത്തൊരു ഫേസാണ്. സോ ഞാനിത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടൊന്ന് ഇതുകൊണ്ടൊന്ന് തൂത്തും കൂടെ കളയുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഓക്കെ, ഞാൻ കാജൽ. കണ്ണൊന്ന് വരയ്ക്കാം. Okay, a little bit of mascara. ഈവൻ ഇഫ് നമ്മൾ കണ്ണൊന്നും വലുതായിട്ട് എഴുതില്ലെങ്കിലും ജസ്റ്റ് മസ്കാര ആയിട്ട് നമ്മുടെ കണ്ണിന് പുട്ടി എന്നുള്ള കമൻസൊക്കെ ഞാൻ നിരോധിച്ചു കേട്ടോ. ബിക്കോസ് അത് ശരിക്കും ഒരു റോങ് കോൺസെപ്റ്റാണ്. നമ്മൾ എത്ര പുട്ടിയിട്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ ഈ മേക്ക് ഓവർ സെക്ഷൻസൊക്കെ, അല്ലാതെ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടെന്ന് വെച്ചോ ലിപ്സ്റ്റിക് ഇട്ടെന്ന് വെച്ചിട്ടോ കണ്ണ് എഴുതിയെന്ന് വെച്ചിട്ടോ ആരുടെയും മുഖം ഐശ്വര്യ പോലെ ആവാൻ പറ്റുന്നില്ല. എനിക്കുള്ള മുഖമേ എനിക്ക് കിട്ടത്തുള്ളൂ, ഈ പറയുന്നവർക്കുള്ള മുഖമേ അവർക്കും കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാവരും കണ്ണ് എഴുതിയാൽ ഒരേപോലെ സുന്ദരിയാവുന്നെങ്കിൽ നമ്മളെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ലേ. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, കമ്മൽ. ഓക്കെ, സാവബിന്ദി ബ്ലഷ്. ഞാൻ കമ്മൽ എടുത്തോന്നു കൂടി ഐ ഹാവ് എ ഡൗട്ട്. അപ്പം ഞാൻ കുളിച്ച് സ്വയം സുന്ദരി എന്നൊക്കെ വിശേഷിപ്പിച്ച് വ്ളോഗൊക്കെ എടുക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേച്ചി അവിടെ തകൃതിയായിട്ട് വേറെ ഒരു വ്ളോഗിലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പ്രീതി ചേച്ചി, പ്രീതി പർക്കാട്ട്. ഈ റിസോർട്ടിൻ്റെയും അതുപോലെ പർക്കാട്ട് ജ്വല്ലറിയുടെയും ഒക്കെ ഓണറാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്നും ഒരു അത്ഭുതമാണെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ബിസിനസ്സുകൾ ഒരേ സമയം തലയിൽ ഇങ്ങനെ ഏറ്റി അങ്ങോട്ട് ഓടുന്നു. ചില ദിവസം എറണാകുളത്തായിരിക്കും, ചില ദിവസം മൂന്നാറായിരിക്കും, ചില ദിവസം ഇവിടെ ഒന്നും ആയിരിക്കില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. എന്നാലും മുഖത്ത് ഇന്നേ വരെ ഞാനൊരു മുഷിപ്പോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനോ ഒരു വിഷമോ ടെൻഷനോ ഒന്നും ഞാൻ ആ മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോൾ കണ്ടാലും ഒരേ ഒരു ഭാവം ചിരി മാത്രമേ ഉള്ളൂ. എന്നും അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു വ്യക്തിത്വമാണത്. കാരണം ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം എപ്പോഴും പോസിറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്നൊരു ചേച്ചി. ഇത്രയും ടെൻഷൻസ് എനിക്കാണെങ്കിൽ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് വന്നാലേ ടെൻഷനാവുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അതുപോലെ ഷീസ് എ സൂപ്പർ വുമൺ ഐ തിങ്ക്. എനിക്കങ്ങനെയാണ് തോന്നാറ്. കാരണം ഇത്രയൊക്കെ ആയിട്ടും ഒരു ടെൻഷനില്ലാതെ എപ്പോഴും ചിരിച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭയങ്കര കൂളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ചേച്ചിയോട് ഒരുപാട് സ്നേഹം തോന്നാനുള്ളൊരു കാരണം കൂടി. പിന്നെ എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരുപാട് എന്താ പറയുക, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മളോട് പെരുമാറുന്നത് പോലെയാണ് എപ്പോഴും എൻ്റെ അടുത്ത് പെരുമാറുക. ഒരു മറ്റൊരാളായിട്ട് മാറ്റി നിർത്തുമോ. ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു പർക്കാട്ട് ഫാമിലി തന്നെ ഉള്ളൊരു കുട്ടിയെ പോലെയാണ് എന്നെ. ശരിക്കും അത് എടുത്തു പറയേണ്ടത്, കല്യാണത്തിന് വന്നിട്ട്
ശരിക്കും ഞാനിങ്ങനെ കാറിൽ കയറി സാറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പെട്ടെന്നാണ് ഞാൻ വലത് സൈഡിൽ ചേച്ചി നിന്ന് ടാറ്റ കാണിക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു, അയ്യോ നോർമലി അങ്ങനെ ഗസ്റ്റുകൾ വന്നിട്ട് അങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ എന്നെ ശരിക്കും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടാണ് ചേച്ചി വീട്ടിൽ പോയത്. അപ്പോൾ എന്തോ ഒരു മാനസികമായിട്ടൊരു ഇഷ്ടം ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഒരുപാട് ചേച്ചിയിൽ നിന്ന് പഠിക്കാറുണ്ട്. ഞാൻ എപ്പോഴും മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ ആളുടെ വ്യക്തിത്വം. പിന്നെ ഇപ്പോൾ ഇത് പുതിയതായിട്ടാണ് കേട്ടോ റിസോർട്ടിൽ ഈ ഒരു സെക്ഷൻ തുടങ്ങിയത്. അകത്ത് വേറൊരു കുഞ്ഞ് ജ്വല്ലറി ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതാണിത്. അപ്പോൾ അവിടെ കുറേ ഭഗവാന്മാരുടെ നല്ല നല്ല ബിംബങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി അതിലേറ്റവും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ വെങ്കടേശ്വരൻ്റെ ആ ബിംബമാണ്. ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. പൊതുവേ വെങ്കടേശ്വരൻ്റെ ബിംബങ്ങളിൽ അത്രയും പെർഫെക്ഷൻ വരാറില്ല, കാരണം മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വേണ്ടതായിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു ഇതായിരുന്നു അത്. എന്തായാലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഹൗസ് വാമിംഗ് ഒക്കെ വരെയല്ലേ. പിന്നെ കുറച്ച് ലോങ് ചെയിനും ചോക്കറും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പുതിയ കളക്ഷൻസ് ആയിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, കാരണം നാളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ കോസ്റ്റ്യൂമിന് മാച്ച് ചെയ്യുന്ന കുറച്ച് മാലകളും കമ്മലുകളും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ളൊരു മാലയായിരുന്നു കേട്ടോ. പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു കാശിമാല, ഒരുപാട് കളക്ഷൻസ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ പോകുന്നവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ജിംക, അതും ഞാൻ എടുത്തു. പിന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞ് ഭഗവാന്മാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വല്ലാണ്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി കേട്ടോ, കാരണം ഭയങ്കര പെർഫെക്ഷൻ. എനിക്ക് വെങ്കടേശ്വരനെ വേണമെന്ന് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു, പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ വേണമെന്ന്. അപ്പോൾ എന്തായാലും കറക്റ്റ് ഭഗവാൻ ഞാൻ അവിടെ ഇരിപ്പുണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനിവിടെ മാലയും വളയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ കുട്ടി എൻ്റെ കൊണ്ടുവന്ന് ഈ ആനയെ തന്നിട്ട്, ഇന്ന് മാം ഇത് നോക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ച്, ഈ കുട്ടിക്ക് എനിക്ക് ആനയെ പേടിയാണെന്ന് അറിഞ്ഞിട്ടാണോ എനിക്കത് കൊണ്ട് തന്നതെന്ന് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ അതിനോട് പറഞ്ഞു, ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി എനിക്കുണ്ട്, ആനയായിട്ടുള്ളൊരു ചെറിയ പ്രശ്നം, അത് അറിഞ്ഞിട്ടാണോ തന്നതെന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നോക്കിയതാണെന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. പിന്നെ കുറേ കുട്ടി കുട്ടി ഗണപതി ഭഗവാന്മാരുണ്ടായിരുന്നു, നല്ല വെള്ളിയിലുള്ളത് കേട്ടോ. എനിക്ക് പൊതുവേ ഗോൾഡ് കളറിനെക്കാട്ടും വെള്ളി കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. പിന്നെ വെള്ളിയിൽ ഞാൻ ആനയെ കണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തുനിന്ന് തിരിഞ്ഞ് നടന്നു. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് നല്ല ഭംഗിയുള്ള ലോക്കറ്റ്സ് നോക്കി. പിന്നെ കുറേ പാദസരം, പിന്നെ കുറച്ച് വലിയ ലോക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു പീക്കോക്ക് ഷേപ്പ് ലോക്കറ്റിലേക്ക് പോയി കേട്ടോ. അതിമനോഹരമായിരുന്നു അത്. ഞാൻ പൊതുവേ ലോക്കറ്റ്സിലൊന്നും അട്രാക്റ്റഡ് ആവുന്നല്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് കണ്ടത് അതാണ്. ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഒരുപാട് നോർമലി നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു ലോക്കറ്റ്സ് അല്ലായിരുന്നു, കുറേ ഡിഫറെൻറ്റ് ഷേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നല്ല എല്ലാവരും വെറൈറ്റി, കുറച്ച് ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. പിന്നെ ഈ ഒരു റൂബി സ്റ്റോണിൻ്റെ കണ്ടോ, ഒന്നെങ്കിൽ നടുക്കായിരിക്കും അല്ലെങ്കിൽ താഴെ ആയിരിക്കും, ഇത് സൈഡിലായിട്ട്. അത് നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഡിസൈനായിരുന്നു അത്. പിന്നെ കണ്ടോ, ഇതൊക്കെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ, ഒരു നോർമലി നമ്മൾ കാണുന്ന ടൈപ്പ് ലോക്കറ്റ്സ് അല്ല. അപ്പോൾ അല്ലറ ചില്ലറ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പ്രീതി ചേച്ചിയെ കൂട്ടി ഡിന്നർ കഴിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ സ്ക്രീനിൽ ആ കാഴ്ച കണ്ട് നിന്നത് കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾക്ക് ആ ഒരു സമയം ഇവർ ഭയങ്കര സർപ്രൈസായിട്ട് തന്ന ഒരു ട്രീറ്റായിരുന്നു കേട്ടോ ഇത്. നല്ലൊരു ഞണ്ട് പാൽക്കറി കുക്കിങ്ങൊക്കെ. അപ്പോൾ അതിങ്ങനെ കണ്ടു നിന്നു. ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മിക്സഡ് ഇമോഷൻസാണ്. നമ്മുടെ നല്ല ലൈഫിൽ നല്ല മൊമെൻറ്റ്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു മിക്സഡ് ഇമോഷൻസൊക്കെ ഫീൽ ചെയ്യില്ലേ. ശരിക്കും അതായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിൽ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഡിന്നർ കഴിച്ചു. നല്ല കിടിലൻ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, അന്യായ ടേസ്റ്റായിരുന്നു അത്. പിന്നെ ഫുൽക്ക, പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിരുന്നു. ആക്ച്വലി അതൊരു ഗ്രിൽ ഐറ്റമാണ്,
പക്ഷേ എൻ്റെ പേര് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അത്യാവശ്യം കുറച്ച് ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിവേ നല്ലൊരു എന്താ പറയുക, നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സിലൊന്നായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് മൈ ഡേ. എ ഡേ വെൽ സ്പെൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ടായ ഒരു ദിവസമായിരുന്നു. എനിക്ക് പക്ഷേ ഞാൻ നല്ല ടയർഡായി. സെൽഫ് ഡ്രൈവ്, ഇത്രയും ദൂരത്തെ ഡ്രൈവൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല നടന്നു, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പം നല്ല ടയർഡായി. അപ്പം ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.